നമസ്കാരം, അതിവേഗ വാർത്തയിലേക്ക് സ്വാഗതം. ലഹരിക്കെതിരെ സംസ്ഥാനം യുദ്ധം നടത്തുന്നുവെന്ന് മുഖ്യമന്ത്രി. വിപുലമായ കർമ്മ പദ്ധതിക്ക് രൂപം നൽകുമെന്നും ഇതിനായി ചീഫ് സെക്രട്ടറിയെ ചുമതലപ്പെടുത്തിയെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മഹായജ്ഞത്തിന് നാടിന്റെ പിന്തുണ വേണം. ഈ മാസം 17-ന് സർവകക്ഷി യോഗം ചേരുമെന്നും ഓപ്പറേഷൻ ഡി ഹണ്ട് ശക്തമാക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മാസപ്പടി കേസിൽ SFIO നടപടികൾക്ക് സ്റ്റേയില്ല. കേസ് പഴയ ബെഞ്ചിലേക്ക് മാറ്റി ഡൽഹി ഹൈക്കോടതി. കുറ്റപത്രം നൽകിയ സാഹചര്യത്തിൽ CMRL ഹർജി നിലനിൽക്കില്ലെന്നും കോടതി. മാസപ്പടി കേസിൽ മുഖ്യമന്ത്രിയുടെ മകൾ T വീണയ്ക്കെതിരെ EDയും കേസ് എടുത്തേക്കും. കേസ് കോടതിയിൽ ആണെന്ന് മുഖ്യമന്ത്രി. കേസ് നടക്കട്ടെ, കേസിനെ ഗൗരവമായി കാണുന്നില്ലെന്നും കോടതിയിലുള്ള കേസിനെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വിശദീകരിക്കേണ്ട കാര്യമില്ലെന്നും മുഖ്യമന്ത്രി പ്രതികരിച്ചു. കേന്ദ്ര വിദ്യാഭ്യാസ പദ്ധതി PM ശ്രീ അംഗീകരിക്കുന്നതിൽ ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗത്തിലും തീരുമാനമായില്ല. 3 വർഷമായി പദ്ധതിക്കെതിരെയുള്ള എതിർപ്പ് തുടരുന്നു. പദ്ധതിയിൽ ചേരാതെ ഫണ്ട് നൽകില്ലെന്ന കേന്ദ്ര നിലപാടിനെതിരെ പ്രതിഷേധം തുടർന്ന സംസ്ഥാനം. വിശദമായ ചർച്ച വേണമെന്ന പൊതു അഭിപ്രായത്തിൽ മന്ത്രിസഭാ യോഗം തീരുമാനം മാറ്റിവെച്ചു. വിശദമായ ചർച്ചയ്ക്ക് ശേഷം വിഷയം വീണ്ടും പരിഗണിക്കാനാണ് തീരുമാനം. രാജ്യത്ത് തെരഞ്ഞെടുപ്പുകളിൽ ബാലറ്റ് പേപ്പറുകൾ ഉപയോഗിക്കണമെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉപേക്ഷിക്കണം. BJPയുടെ തെരഞ്ഞെടുപ്പ് വിജയത്തിലും സംശയമുണ്ട്. പ്രതിപക്ഷത്തെ പരാജയപ്പെടുത്താൻ സർക്കാർ തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ഒത്തുകളിച്ചെന്നും മല്ലികാർജ്ജുൻ ഖാർഗെ ആരോപിച്ചു. AICC സമ്മേളനം കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യയിൽ ജാതി സെൻസസ് നടപ്പാക്കണമെന്ന് AICC സമ്മേളനത്തിൽ രാഹുൽ ഗാന്ധി. കോൺഗ്രസ് ഭരണത്തിലുള്ള തെലങ്കാനയിൽ ജാതി സെൻസസ് നടപ്പാക്കി. ഇത് മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും നടപ്പാക്കണമെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു. പിന്നാക്കക്കാർക്കൊപ്പമാണ് എന്ന് പറയുന്ന മോദി അവർക്കായി എന്ത് ചെയ്തെന്നും രാഹുൽ ചോദിച്ചു. റിസർവ് ബാങ്കിന്റെ പുതിയ പണനയം പ്രഖ്യാപിച്ചു. റിപ്പോ നിരക്ക് 0.25% കുറച്ച് റിസർവ് ബാങ്ക്. ഭവന, വാഹന, വ്യക്തിഗത വായ്പാ പലിശ നിരക്ക് കുറയും. ഇറക്കുമതി തീരുവ ഉയർത്തിയ അമേരിക്കയുടെ പ്രഖ്യാപനം ഉൾപ്പെടെ ആഗോള സാമ്പത്തിക അനിശ്ചിതത്വങ്ങളും കണക്കിലെടുത്താണ് തീരുമാനം. കരുവന്നൂർ സഹകരണ ബാങ്കിൽ CPIMന് അക്കൗണ്ട് ഉണ്ടെന്ന് ആവർത്തിച്ച് ED. അക്കൗണ്ടിലൂടെ നടത്തിയ ക്രമക്കേടുകളുടെ വിവരങ്ങൾ ഉണ്ടെന്നും ED. കരുവന്നൂർ ബാങ്കിൽ CPIM തൃശൂർ ജില്ലാ കമ്മിറ്റിക്ക് അക്കൗണ്ടിലെന്ന K രാധാകൃഷ്ണൻ MP വാദം തള്ളി. പാർട്ടി അക്കൗണ്ടിലൂടെ ക്രമക്കേടുകൾ നടന്നെന്നും ED. ആശാപ്രവർത്തകരുടെ സമരത്തിൽ പ്രതികരണവുമായി മുഖ്യമന്ത്രി. സമരം അവസാനിപ്പിക്കുക എന്നത് സാധാരണ നിലയ്ക്ക് നാടിന്റെ പൊതുവായ ചിന്തയുടെ ഭാഗമാണ്. സമരം നടത്തുന്നവർക്കും ആ ചിന്ത വേണ്ടേയെന്നും മുഖ്യമന്ത്രി. സമരം ചെയ്യുന്നവർ ചെറിയ വിഭാഗമാണെന്നും അതുകൊണ്ട് സർക്കാർ അവരെ അവഗണിച്ചില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ആലപ്പുഴയിൽ 2 കോടിയോളം രൂപയുടെ ഹൈബ്രിഡ് കഞ്ചാവ് പിടികൂടിയ കേസിൽ തസ്ലീമയുടെ ഭർത്താവ് സുൽത്താൻ അറസ്റ്റിൽ. ചെന്നൈയിലെ എണ്ണൂരിൽ നിന്നാണ് ഇയാളെ എക്സൈസ് പിടികൂടിയത്. മലേഷ്യയിൽ നിന്ന് ഹൈബ്രിഡ് കഞ്ചാവ് എത്തിച്ചത് സുൽത്താനാണെന്ന് എക്സൈസ് പറഞ്ഞു. തായ്ലൻഡിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് ഇയാളെ പിടികൂടിയത്. പോലീസ് തള്ളിയ പോക്സോ കേസ് നിലനിൽക്കുമെന്ന് കോഴിക്കോട് പോക്സോ കോടതിയുടെ വിധി. ആരോപണ വിധേയനായ അധ്യാപകനെയും നടപടി സ്വീകരിക്കാതിരുന്ന പ്രധാന അധ്യാപികയെയും സ്കൂൾ മാനേജർ സസ്പെൻഡ് ചെയ്തു. ഇരുവർക്കുമെതിരെ പോക്സോ നിയമപ്രകാരം കേസെടുക്കാമെന്ന കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. ജാർഖണ്ഡ് സ്വദേശികളായ ദമ്പതികൾ ഉപേക്ഷിച്ച പെൺകുഞ്ഞിനെ നാളെ ശിശുക്ഷേമ സമിതി ഏറ്റെടുക്കും. കുഞ്ഞിന് ആരോഗ്യമന്ത്രി നിധി എന്ന് പേരിട്ടു. കോട്ടയം ഫിഷ് ഫാമിൽ ജോലി ചെയ്തിരുന്ന ദമ്പതികളാണ് 3 ആഴ്ച മാത്രം പ്രായമായ കുഞ്ഞിനെ സ്വകാര്യ ആശുപത്രി ICUവിൽ ഉപേക്ഷിച്ച് കടന്നുകളഞ്ഞത്. ലോകത്തിലെ ഏറ്റവും വലിയ മദർഷിപ്പുകളിൽ ഒന്നായ MSC തുർക്കി വിഴിഞ്ഞം തുറമുഖത്തെത്തി. 400 മീറ്റർ നീളവും 62 മീറ്റർ വീതിയും വരുന്ന കപ്പലിന് ഒരേ സമയം 24,346 കണ്ടെയ്നർ വഹിക്കാൻ കഴിയും. ഇന്നുവരെ നിർമ്മിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും കൂടുതൽ കണ്ടെയ്നർ വഹിക്കാൻ കഴിവുള്ള കപ്പലുകളുടെ ശ്രേണിയിലാണ് MSC തുർക്കി. പാതിവില തട്ടിപ്പ് കേസിൽ 3-ാം പ്രതി ആനന്ദകുമാറിന് ജാമ്യമില്ല. ആനന്ദകുമാറിന്റെ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളി.
രോഗം അഭിനയിച്ച് ജാമ്യം നേടാമെന്ന് ആരും കരുതേണ്ടെന്ന് ഹൈക്കോടതി. ചികിത്സ തേടി ആഡംബര ആശുപത്രി മുറിയിൽ ഉറങ്ങാമെന്ന് കരുതേണ്ടെന്നും കോടതി വ്യക്തമാക്കി. പാതിവില തട്ടിപ്പിൽ ആനന്ദകുമാറിന്റെ ജാമ്യ ഹർജി തള്ളിക്കൊണ്ടാണ് കോടതിയുടെ പരാമർശം. IAS തർക്കത്തിൽ N. പ്രശാന്ത് IASന്റെ പരാതികൾ നേരിട്ട് കേൾക്കാൻ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം. ചീഫ് സെക്രട്ടറി നേരിട്ട് ഹിയറിംഗ് നടത്തും. നേരിട്ട് ഹാജരാകാൻ ആവശ്യപ്പെട്ട് N. പ്രശാന്ത് IASന് നോട്ടീസ് നൽകി. വകുപ്പുതല നടപടികളിൽ പരസ്പരം ആരോപണം ഉന്നയിച്ച് നീണ്ടുപോകുന്ന സാഹചര്യത്തിലാണ് നേരിട്ട് ഹിയറിംഗ് നടത്തുന്നത്. കോഴിക്കോട് താമരശ്ശേരി ഷിബില കൊലക്കേസുമായി ബന്ധപ്പെട്ട് താമരശ്ശേരി പോലീസ് സ്റ്റേഷനിലെ ഗ്രേഡ് SI നൌഷാദിന്റെ സസ്പെൻഷൻ പിൻവലിച്ചു. കണ്ണൂർ റേഞ്ച് DIGയുടേതാണ് നടപടി. കൊല്ലപ്പെടുന്നതിന് മുമ്പ് ഷിബിലയുടെ പരാതിയിൽ നടപടി സ്വീകരിക്കുന്നതിൽ വീഴ്ച വരുത്തിയതിനായിരുന്നു നടപടി. സെക്രട്ടേറിയറ്റിന് മുന്നിൽ പ്രതിഷേധം കടുപ്പിച്ചിട്ടും CPO റാങ്ക് ലിസ്റ്റിലെ ഉദ്യോഗാർത്ഥികളെ ചർച്ചയ്ക്ക് വിളിക്കാതെ സർക്കാർ. റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി പൂർത്തിയാകാൻ വെറും 9 ദിവസങ്ങൾ മാത്രമാണ് ശേഷിക്കുന്നത്. ഉദ്യോഗാർത്ഥികളുടെ നിരാഹാര സമരം 8ാം ദിവസവും തുടരും. വേതന വർധനവടക്കം ആവശ്യപ്പെട്ട് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശാപ്രവർത്തകർ നടത്തുന്ന സമരം ശക്തമാകുന്നു. ഏപ്രിൽ 12-ന് സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകരുടെ നേതൃത്വത്തിൽ പൗരസാഗരം സംഘടിപ്പിക്കും. ധർമ്മവും അധർമ്മവും തമ്മിലുള്ള പോരാട്ടമാണ് നടക്കുന്നതെന്ന് ആശാപ്രവർത്തകർ പറഞ്ഞു. വഖഫ് ബില്ലിന് പിന്നാലെ ക്രിസ്ത്യാനികളുടെ ഭൂമിയിലേക്കാണ് BJPയുടെ നോട്ടമെന്ന് രാഹുൽ ഗാന്ധി. വഖഫ് ബിൽ മതസ്വാതന്ത്ര്യത്തിനും ഭരണഘടനയ്ക്കും നേരെയുള്ള ആക്രമണമാണ്. വഖഫിന് പിന്നാലെ ക്രിസ്ത്യാനികൾക്ക് നേരെ തിരിഞ്ഞതിന് തെളിവാണ് RSS മുഖവാരികയായ ഓർഗനൈസറിൽ വരുന്ന ലേഖനമെന്നും രാഹുൽ വിമർശിച്ചു. വഖഫ് ബോർഡ് നിയമ ഭേദഗതിക്കെതിരെ മലപ്പുറത്ത് SIO പ്രതിഷേധം. കോഴിക്കോട് വിമാനത്താവളത്തിലേക്കുള്ള മാർച്ച് സംഘർഷത്തിൽ കലാശിച്ചു. സമരക്കാരും പോലീസും തമ്മിൽ ഏറ്റുമുട്ടി. ഭേദഗതിയെന്നാണ് പ്രതിഷേധക്കാരുടെ പ്രധാന ആരോപണം. വഖഫ് ഭേദഗതി നിയമം പ്രാബല്യത്തിൽ വന്നതിന് പിന്നാലെ ബംഗാളിൽ പ്രതിഷേധം. ബംഗാളിലെ മുർഷിദാബാദിലാണ് പ്രതിഷേധമുണ്ടായത്. പ്രതിഷേധക്കാർ പ്രധാന റോഡുകൾ ഉപരോധിക്കാൻ ശ്രമിച്ചത് പോലീസ് തടഞ്ഞു. തുടർന്ന് പോലീസും പ്രതിഷേധക്കാരും തമ്മിൽ ഏറ്റുമുട്ടി. പ്രതിഷേധക്കാർ പോലീസ് വാഹനങ്ങൾക്ക് തീയിടുകയും പോലീസിന് നേരെ കല്ലെറിയുകയും ചെയ്തു. ബോളിവുഡ് താരം സെയ്ഫ് അലി ഖാന് കുത്തേറ്റ സംഭവത്തിൽ ബാന്ദ്ര പോലീസ് കുറ്റപത്രം സമർപ്പിച്ചു. പ്രതിയുടെ ലക്ഷ്യം മോഷണമെന്നും നടന്റെ വീട്ടിൽ നിന്ന് കണ്ടെത്തിയ വിരലടയാളങ്ങൾ പ്രതി ഷെരീഫുൽ ഇസ്ലാമിന്റേത് തന്നെയെന്നും പോലീസ് സ്ഥിരീകരിച്ചു. UAE ഉപപ്രധാനമന്ത്രിയും ദുബായ് കിരീടാവകാശിയും പ്രതിരോധ മന്ത്രിയുമായ ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മുക്തും വ്യവസായ പ്രമുഖരുമായി കൂടിക്കാഴ്ച നടത്തി. കൂടിക്കാഴ്ചയിൽ ധാരണാപത്രങ്ങളിൽ ഒപ്പുവെച്ചു. കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയലിന്റെ സാന്നിധ്യത്തിലായിരുന്നു ചർച്ചകൾ നടത്തിയത്. ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾക്കെതിരെ അമേരിക്ക പ്രഖ്യാപിച്ച പകരത്തീരുവകൾ പ്രാബല്യത്തിൽ. 86 രാജ്യങ്ങൾക്ക് മേൽ അമേരിക്ക പകരത്തീരുവ ഏർപ്പെടുത്തി. ഏപ്രിൽ 2-നാണ് ലോകരാജ്യങ്ങൾക്ക് താരിഫ് ഏർപ്പെടുത്തിക്കൊണ്ടുള്ള പ്രഖ്യാപനത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒപ്പുവെച്ചത്. ഈ പ്രഖ്യാപനത്തോടെ അമേരിക്കയ്ക്ക് ഒരു ദിവസം $2 ബില്യൺ വരെ അധിക വരുമാനം ലഭിക്കും. രാജ്യാന്തര വിദ്യാർത്ഥികൾക്ക് തിരിച്ചടിയാകുന്ന ബില്ല് പാസാക്കാൻ US സ്റ്റേറ്റ് കോൺഗ്രസിൽ നീക്കം. സയൻസ്, ടെക്നോളജി, എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾക്കുള്ള ഓപ്ഷണൽ പ്രാക്ടിക്കൽ ട്രെയിനിംഗ് അവസാനിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ള പുതിയ ബില്ല് കോൺഗ്രസിൽ അവതരിപ്പിച്ചു. OPT സൗകര്യം വഴി രാജ്യാന്തര വിദ്യാർത്ഥികൾക്ക് പഠനം പൂർത്തിയാക്കിയ ശേഷം 3 വർഷം വരെ US-ൽ താമസിച്ച് ജോലി ചെയ്യാൻ സാധിച്ചിരുന്നു. ഇറാൻ അമേരിക്ക ആണവ ചർച്ച ശനിയാഴ്ച ഒമാനിൽ. അന്താരാഷ്ട്ര വാർത്താ ഏജൻസികളാണ് ഇത് സംബന്ധിച്ച് റിപ്പോർട്ട് ചെയ്തത്. ഇതുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക വിശദീകരണം ഇതുവരെ ഒമാൻ അധികൃതരുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. ഒമാനിൽ ശനിയാഴ്ച ചർച്ചകൾ നിശ്ചയിച്ചിട്ടുണ്ടെന്ന് തെഹ്റാനും സ്ഥിരീകരിച്ചിട്ടുണ്ട്. കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണി ടൊറന്റോയിലെ VAPS സ്വാമി നാരായൺ മന്ദിർ സന്ദർശിച്ചു. ശ്രീരാമന്റെയും ശ്രീ സ്വാമി നാരായണന്റെയും ജന്മവാർഷികമായ രാം നവമി, സ്വാമി നാരായൺ ജയന്തി എന്നിവ അനുബന്ധിച്ചായിരുന്നു പ്രധാനമന്ത്രിയുടെ സന്ദർശനം.
വിരമിച്ച ഹൈക്കോടതി ജഡ്ജിമാർക്ക് സൗജന്യമായി വൈദ്യുതിയും മൊബൈൽ റീചാർജും പെട്രോൾ ചെലവിനുള്ള തുകയും നൽകുന്ന പദ്ധതിക്ക് അംഗീകാരം നൽകി മേഘാലയ മന്ത്രിസഭ. പദ്ധതി പ്രകാരം പ്രതിമാസം 1000 യൂണിറ്റ് വൈദ്യുതിയും 4200 രൂപയുടെ മൊബൈൽ ചാർജിംഗ് അലവൻസും 100 ലിറ്റർ പെട്രോൾ ചെലവിനുള്ള തുകയുമാണ് സൗജന്യമായി ലഭിക്കുക. 2013 റിട്ടയർഡ് ജഡ്ജിമാരുടെ സെക്രട്ടേറിയറ്റിൽ അസിസ്റ്റന്റ് ആൻഡ് ഡെമോക്രാറ്റിക് ഹെൽപ്പ് ടൂൾ പ്രകാരമാണ് പുതിയ പദ്ധതി. ജപ്പാനിലെ നാൻകായ് ഭൗമഘടനയിൽ വരും കാലത്ത് ഭൂചലനമുണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്ന് ജാപ്പനീസ് സർക്കാർ. ഇതുമൂലം സുനാമി പരമ്പര ഉടലെടുക്കുമെന്നും ജാപ്പനീസ് സർക്കാരിന്റെ മുന്നറിയിപ്പ്. 9 തീവ്രത വരെ വരാവുന്ന ഭൂചലനത്തിനുള്ള സാധ്യതയുണ്ടെന്നാണ് ജപ്പാൻ പറയുന്നത്. 3 ലക്ഷം പേരുടെ മരണം, 1.81 ട്രില്യൺ ഡോളറിന്റെ സാമ്പത്തിക നഷ്ടം, കെട്ടിടങ്ങളുടെ നാശം തുടങ്ങിയവ ഇതുമൂലമുണ്ടാകുമെന്നും ജപ്പാൻ വ്യക്തമാക്കി. തെരഞ്ഞെടുപ്പ് പാക്കേജിന്റെ ഭാഗമായി പ്രഖ്യാപിച്ച സർക്കാർ ഉദ്യോഗസ്ഥരുടെ വർക്ക് ഫ്രം ഹോം ഓപ്ഷണൽ നിർത്തലാക്കാനുള്ള പദ്ധതി ഉപേക്ഷിച്ച് ഓസ്ട്രേലിയൻ പ്രതിപക്ഷ നേതാവും ലിബറൽ നാഷണൽ സഖ്യത്തിന്റെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയുമായ പീറ്റർ ടൂഡൻ. ഇത് സംബന്ധിച്ച് വിളിച്ച വാർത്താ സമ്മേളനത്തിൽ പാർട്ടിക്ക് തെറ്റുപറ്റിയെന്നും ടൂഡൻ വ്യക്തമാക്കി. ആരോഗ്യമേഖലയ്ക്ക് അഭിമാനമാകുന്ന നേട്ടവുമായി ബ്രിട്ടൻ. സഹോദരിയിൽ നിന്ന് ലഭിച്ച ഗർഭപാത്രത്തിൽ ആദ്യ കുഞ്ഞിന് ബ്രിട്ടനിലെ യുവതി ജന്മം നൽകി. നോർത്ത് ലണ്ടനിലെ സ്കോട്ടിഷ് യുവതി ഗ്രേസിനും ആൻഗസിനുമാണ് സഹോദരി എയിമിൽ നിന്ന് ലഭിച്ച ഗർഭപാത്രത്തിൽ കുഞ്ഞു പിറന്നത്. 2023 ഗ്രേസ് സഹോദരിയുടെ ഗർഭപാത്രം സ്വീകരിച്ചത്. ഗർഭപാത്രം മാറ്റിവെക്കൽ ശസ്ത്രക്രിയയുടെ രാജ്യത്തെ 15 ക്ലിനിക്കൽ ട്രയലുകളിൽ ഒന്നായിരുന്നു ഇത്. റമദാൻ സീസണിൽ സൗദി അറേബ്യയിലെ 4 വിമാനത്താവളങ്ങളിലൂടെ യാത്ര ചെയ്ത് 6.8 ദശലക്ഷത്തിലധികം യാത്രക്കാരെന്ന് അധികൃതർ വ്യക്തമാക്കി. ആഭ്യന്തര വിമാനങ്ങളിലെ യാത്രക്കാരുടെ എണ്ണം 2.1 ദശലക്ഷവും ആകെ വിമാനങ്ങളുടെ എണ്ണം ഏകദേശം 40,000-വുമായി. കേംബ്രിഡ്ജ് മേയറും ക്രിമിനൽ ഡിഫൻസ് സോളിസിറ്ററുമായ ബൈജു തിട്ടാലയ്ക്ക് ഇറ്റലി ഓണററി പൗരത്വം നൽകി ആദരിച്ചു. ജോലി, വൈവിധ്യങ്ങളെ ഉയർത്തിപ്പിടിക്കുന്ന പ്രതിബദ്ധത എന്നിവയ്ക്കാണ് ബൈജുവിന് ഇറ്റലിയിൽ ഓണററി പൗരത്വം നൽകിയതെന്ന് മേയർ ലേഖകനോട് പറഞ്ഞു. ഏകദേശം 100 ടൺ ഭാരമുള്ള മുതലകളെ ലേലത്തിന് വെച്ച് ചൈനീസ് കോടതി. 4.7 ലക്ഷം രൂപയ്ക്കാണ് സിയാമീസ് മുതലകളെ ലേലത്തിന് വെച്ചിരിക്കുന്നത്. മുതലയെ വാങ്ങുന്നവർ നേരിട്ട് വന്ന് കൈപ്പറ്റണമെന്നും ലോഡിംഗ് ചാർജ്, ഗതാഗതം എന്നിവ ഉൾപ്പെടെയുള്ള എല്ലാ ചിലവുകളും വഹിക്കണമെന്നും പെൻഷൻ നാഷണൽ പീപ്പിൾസ് കോടതി ഉത്തരവിട്ടു. തിരുവനന്തപുരം തേവിയാരുകുന്നിൽ കാട്ടാന കൃഷി നശിപ്പിച്ചു. തേവിയാരുകുന്ന് സ്വദേശികളായ ശശിധരൻ, ഷിബു, ഓമന തുടങ്ങിയവരുടെ കൃഷിയിടങ്ങളിലാണ് കാട്ടാന ഇറങ്ങിയത്. കോട്ടൂർ വനത്തിൽ നിന്നാണ് കാട്ടാന കൃഷിയിടത്തിലേക്ക് എത്തിയത്. തൃശൂർ ചേർപ്പിൽ കേൾവിക്കുറവുള്ള വയോധികനെ മർദ്ദിച്ചു കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ 4 പ്രതികൾ റിമാൻഡിൽ. കണ്ടേശ്വരം സ്വദേശി മണിയെ ചൂളക്കട്ട കൊണ്ട് എറിഞ്ഞു കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലാണ് പ്രതികളെ റിമാൻഡ് ചെയ്തത്. കീഴുത്താണ് സ്വദേശി വിഷ്ണുപ്രസാദ്, ബാസിയോ, സീജൻ, ആദർശ് എന്നിവരെയാണ് കോടതി റിമാൻഡ് ചെയ്തത്. കണ്ണൂർ ചിറക്കൽ വീടുകൾ കുത്തിത്തുറന്ന് പണവും വീട്ടുപകരണങ്ങളും മോഷ്ടിച്ച കേസിലെ പ്രതി അറസ്റ്റിൽ. കണ്ണാടിപ്പറമ്പ് സ്വദേശി റിഷാനാണ് അറസ്റ്റിലായത്. പ്രതിയെ സംശയകരമായ സാഹചര്യത്തിൽ കണ്ട നാട്ടുകാർ ഇയാളെ പിടികൂടി പോലീസിന് കൈമാറുകയായിരുന്നു. ഫോറൻസിക് വിഭാഗം പരിശോധിച്ചതോടെയാണ് മോഷ്ടാവിനെ തിരിച്ചറിഞ്ഞത്. കണ്ണൂർ കൂത്തുപറമ്പിൽ രാസലഹരിയുമായി 2 പേർ പിടിയിൽ. വാരം സ്വദേശി മുഹമ്മദ് ആഷിഖ്, മുഴുപ്പിലങ്ങാട് സ്വദേശി മുഹമ്മദ് ഫാഹിം എന്നിവരാണ് പിടിയിലായത്. പ്രതികൾ മയക്കുമരുന്നുമായി സഞ്ചരിച്ച കാറും ഇവരിൽ നിന്ന് 16.81 ഗ്രാം മെത്താഫിറ്റമിനും എക്സൈസ് പിടിച്ചെടുത്തു. 7.25 കിലോ കഞ്ചാവുമായി ഇതര സംസ്ഥാന തൊഴിലാളി പിടിയിൽ. പശ്ചിമ ബംഗാൾ തനാർപ്പറ സ്വദേശി നയൻ ഖാനെയാണ് പെരുമ്പാവൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. ചെറുവേലിക്കുന്നത്ത് ഇയാൾ നടത്തുന്ന മീൻകടയിൽ ഫ്രിഡ്ജിനകത്ത് പ്ലാസ്റ്റിക് കവറുകളിൽ പൊതിഞ്ഞ് ഒളിപ്പിച്ച നിലയിലാണ് കഞ്ചാവ് കണ്ടെത്തിയത്. തൃശൂർ കൊടുങ്ങല്ലൂരിൽ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ കച്ചവടം നടത്തിയ ആൾ പിടിയിൽ. കാവിൽക്കടവ് സ്വദേശി നൂറുദ്ദീനാണ് പിടിയിലായത്.
ലഹരിക്കെതിരായുള്ള ഓപ്പറേഷൻ ക്ലീൻ സ്റ്റേറ്റിന്റെ ഭാഗമായുള്ള റെയ്ഡിലാണ് പുകയില ഉൽപ്പന്നങ്ങൾ പിടിച്ചെടുത്തത്. സ്കൂൾ വിദ്യാർത്ഥികൾക്കും മറ്റും ഹാൻസ് വിൽക്കുന്നതായി രഹസ്യവിവരം ലഭിച്ചതിനെ തുടർന്നുള്ള പരിശോധനയിൽ 3 കിലോഗ്രാം ഹാൻസും പുകയില ഉൽപ്പന്നങ്ങളും കണ്ടെത്തി. തിരുവനന്തപുരം വെഞ്ഞാറമൂട് നിന്നും കാണാതായ 16-കാരന്റെ മൃതദേഹം കണ്ടെത്തി. വീടിന് സമീപത്തെ കിണറ്റിൽ നിന്നാണ് കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയത്. തൃശൂർ ചെറുതുരുത്തിയിൽ നിരവധി കേസുകളിൽ പ്രതികളായ സഹോദരങ്ങൾക്കെതിരെ കാപ്പ ചുമത്തി. ചെറുതുരുത്തി സ്വദേശികളായ ഷജീർ, റജീബ് എന്നിവർക്കെതിരെയാണ് കാപ്പ ചുമത്തിയത്. ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ IAS ആണ് സാമൂഹ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ തടയും പ്രകാരമുള്ള കാപ്പ ചുമത്തി ഉത്തരവിറക്കിയത്. തൃശൂർ ഇരിങ്ങാലക്കുടയിൽ യുവാവിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ 2 പേർ റിമാൻഡിൽ. എടക്കുളം സ്വദേശി മിഥുൻ, കണ്ടേശ്വരം സ്വദേശി വിഷ്ണു എന്നിവരെയാണ് റിമാൻഡ് ചെയ്തത്. കാട്ടുങ്ങച്ചിറ സ്വദേശി ജ്യോതിഷിനെയാണ് പ്രതികൾ കരിങ്കല്ലുകൊണ്ട് അടിച്ചു കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. ബിസിനസ് ചെയ്യുന്നതിൽ നിന്നും മിഥുൻ പിന്മാറിയതിൽ നിന്നുള്ള മുൻ വൈരാഗ്യമാണ് കാരണമെന്ന് പോലീസ് പറഞ്ഞു. കോഴിക്കോട് കൊളത്തറയിലെ പ്ലാസ്റ്റിക് കമ്പനിയിൽ തീപിടുത്തം. കമ്പനിയുടെ അപ്പർ സ്റ്റിച്ചിംഗ് യൂണിറ്റിലെ ഹാളിലാണ് തീപിടിച്ചത്. ചൊവ്വാഴ്ച രാത്രി 11 മണിയോടെ തീപിടുത്തമുണ്ടായത്. മീൻചന്തയിൽ നിന്നെത്തിയ 2 യൂണിറ്റ് അഗ്നിരക്ഷാ സേനയാണ് തീയണച്ചത്. തിരുവനന്തപുരം കൊക്കോട്ടോലയിൽ സ്ത്രീയുടെ മൃതദേഹം കണ്ടെത്തി. കൊക്കോട്ടേല സ്വദേശി സതികുമാരിയുടെ മൃതദേഹമാണ് കണ്ടെത്തിയത്. ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾക്ക് ചികിത്സയിൽ കഴിയുകയായിരുന്ന സതികുമാരി വീട്ടിൽ ഒറ്റയ്ക്കാണ് താമസിച്ചിരുന്നത്. വീട്ടിൽ നിന്നും ദുർഗന്ധം വന്നതിനെ തുടർന്ന് പ്രദേശവാസികളും പോലീസ് നടത്തിയ തിരച്ചിലാണ് മൃതദേഹം കണ്ടെത്തിയത്. മൃതദേഹത്തിന് 4ഓളം ദിവസം പഴക്കമുണ്ടെന്ന് പോലീസ് പറഞ്ഞു. മലപ്പുറം നീലിയാടിൽ വാഹനാപകടം. നിയന്ത്രണം വിട്ട കാർ മരത്തിലും പാതയോരത്ത് സ്ഥാപിച്ച സൈൻ ബോർഡുകളിലും ഇടിച്ചു. പോലീസിന്റെ ബാരിക്കേഡും കാർ ഇടിച്ചു തെറിപ്പിച്ചു. നീലിയാടിൽ നിന്നും കുമരനെല്ലൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത്. തൃശൂർ ഇരിങ്ങാലക്കുടയിൽ ലോറി നിയന്ത്രണം വിട്ടുമറിഞ്ഞു. ചാലക്കുടിയിൽ നിന്ന് ഇരിങ്ങാലക്കുട KSE ലിമിറ്റഡിലേക്ക് ചോളം കയറ്റി വന്ന ലോറിയാണ് ലോഡിന്റെ ഭാരം താങ്ങാനാവാതെ റോഡരികിലേക്ക് മറിഞ്ഞത്. പാടത്തേക്ക് മറിയാതെ ലോറി റോഡരികിലെ ബാരിക്കേഡിൽ തങ്ങി നിന്നതിനാൽ അപകടം ഒഴിവായി. തൃശൂരിൽ റോഡിൽ അകപ്പെട്ട പൂച്ചയെ രക്ഷിക്കാൻ ശ്രമിച്ച യുവാവ് ലോറി ഇടിച്ച് മരിച്ചു. കാളത്തോട് സ്വദേശി സിജോ തിമോത്തിയാണ് മരിച്ചത്. റോഡിൽ കുടുങ്ങിയ പൂച്ചയെ രക്ഷിക്കുന്നതിനായി ബൈക്ക് നിർത്തി റോഡിലേക്ക് ഇറങ്ങിയപ്പോൾ അതുവഴി വന്ന ലോറി ഇടിക്കുകയായിരുന്നു. സിജോയെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. തൃശൂർ പഴയന്നൂർ ചീരക്കുഴി ഡാമിൽ കുളിക്കാനിറങ്ങിയ വിദ്യാർത്ഥി മുങ്ങി മരിച്ചു. പഴയലക്കിടി സ്വദേശി വിശ്വജിത്താണ് മരിച്ചത്. അയൽവാസികളുടെ കൂടെ ഡാമിലെത്തിയ 12-കാരൻ കൂട്ടുകാർ ഒഴുക്കിൽപ്പെട്ടതിനെ തുടർന്ന് രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് അപകടത്തിൽപ്പെട്ടത്. ഇടുക്കി അടിമാലിയിൽ മരം വീണ് ഒരാൾ മരിച്ചു, ഒരാൾക്ക് പരിക്കേറ്റു. പീച്ചാടിലെ ഏലത്തോട്ടം എസ്റ്റേറ്റിലെ സൂപ്പർവൈസറും കട്ടപ്പന സ്വദേശിയുമായ സതീഷനാണ് മരിച്ചത്. ഏലത്തോട്ടത്തിലെ ഇതര സംസ്ഥാന തൊഴിലാളിക്കാണ് പരിക്കേറ്റത്. മരത്തിന്റെ ശിഖരം ഒടിഞ്ഞു വീണാണ് അപകടമുണ്ടായത്. തൃശൂർ വാടാനപ്പള്ളിയിൽ അത്യാസന്ന നിലയിലായ രോഗിയെയും കൊണ്ടുപോയ ആംബുലൻസ് 10 മിനിറ്റോളം ഗതാഗത കുരുക്കിൽപ്പെട്ടു. തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് രോഗിയുമായി പോയ വലപ്പാട് ഫാമിലി ഹെൽത്ത് സെന്ററിലെ ആംബുലൻസാണ് ചുങ്കം സ്റ്റോപ്പിനടുത്ത് ഗതാഗത കുരുക്കിൽപ്പെട്ട് വലഞ്ഞത്. ആലപ്പുഴ മാവേലിക്കല IHRD കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസിൽ അക്കൗണ്ടിംഗ് ഇന്റേൺഷിപ്പിനുള്ള അപേക്ഷ ക്ഷണിച്ചു. കൊമേഴ്സ് വിഷയങ്ങളിൽ UG കോഴ്സ് ചെയ്യുന്നവർക്കും അപേക്ഷിക്കാം. ആലപ്പുഴ ആര്യാട് ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിൽ പ്രവർത്തിക്കുന്ന SBIയുടെ ഗ്രാമീണ സ്വയം തൊഴിൽ പരിശീലന കേന്ദ്രത്തിൽ 31 ദിവസത്തെ സൗജന്യ തയ്യൽ പരിശീലന പരിപാടി ആരംഭിക്കുന്നു. 18-നും 45-നും ഇടയിൽ പ്രായമുള്ള യുവതി യുവാക്കൾക്ക് അപേക്ഷിക്കാം. ഏപ്രിൽ 11 രാവിലെ 10:30 പരിശീലന കേന്ദ്രത്തിൽ അഭിമുഖത്തിന് ഹാജരാകണം.
തൃശൂർ ജവഹർ ബാലഭവനിൽ മാതൃഭൂമിയുടെ സമ്മാന വിദ്യാ പരിപാടി നടന്നു. കവി, ഗാനരചയിതാവ്, നാടകപ്രവർത്തകൻ എന്നീ മേഖലകളിൽ പ്രശസ്തനായ കണ്ണൻ സിദ്ധാർത്ഥ് മുഖ്യാതിഥിയായി. മാതൃഭൂമി പ്രതിനിധി സെബാസ്റ്റ്യൻ ജോസഫ് സമ്മാനം വിതരണം ചെയ്തു. സംസ്ഥാന ലൈബ്രറി കൗൺസിൽ നടപ്പിലാക്കുന്ന വായനാ വസന്തം വീട്ടിലേക്ക് ഒരു പുസ്തകം പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനം ഇടുക്കി ദേവികുളത്ത് നടന്നു. സംസ്ഥാന ലൈബ്രറി കൗൺസിൽ എക്സിക്യൂട്ടീവ് അംഗം KM ബാബു ഉദ്ഘാടനം ചെയ്തു. ടൂറിസം രംഗത്തെ ലോകരാജ്യങ്ങളുമായാണ് കേരളം മത്സരിക്കുന്നതെന്നും സാധ്യമാകുന്ന പുതിയ ആശയങ്ങളെല്ലാം നടപ്പിലാക്കാൻ സർക്കാർ ശ്രമിക്കുമെന്നും പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി PM മുഹമ്മദ് റിയാസ്. കോവിഡിന് ശേഷം സഞ്ചാരികളുടെ എണ്ണത്തിൽ റെക്കോർഡ് വർധനവാണ് ഉണ്ടായിട്ടുള്ളത്. ആഭ്യന്തര സഞ്ചാരികളുടെ എണ്ണത്തിൽ വലിയ കുതിപ്പ് നമ്മുടെ സംസ്ഥാനത്തുണ്ടായിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. പൊന്മുടിയിൽ പുതുതായി നിർമ്മിച്ച സർക്കാർ അതിഥി മന്ദിരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു. പറവകൾക്ക് തണ്ണീർക്കുടമൊരുക്കി മലപ്പുറം ഫോക്കസ് ഗ്രൂപ്പ് സ്കൗട്ട് ആൻഡ് ഗൈഡ് വിദ്യാർത്ഥികൾ. വേനൽ കടുത്തതോടെ കുളങ്ങളും തോടുകളും പറ്റിയ സാഹചര്യത്തിലാണ് പക്ഷികൾക്ക് വിദ്യാർത്ഥികൾ കരുതലാവുന്നത്. തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ TV റംഷീദ ഉദ്ഘാടനം ചെയ്തു. മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുക എന്ന ലക്ഷ്യത്തോടെ മിഷൻ റിയൽ ടൈംസ് മോണിറ്ററിംഗ് പദ്ധതി ഇടുക്കി മാങ്കുളത്ത് നടപ്പിലാക്കാൻ ഒരുങ്ങി വനംവകുപ്പ്. ഇതുമായി ബന്ധപ്പെട്ട് ക്യാമറകൾ സ്ഥാപിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണെന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. വന്യജീവിയുടെ സാന്നിധ്യം മുൻകൂട്ടി തിരിച്ചറിഞ്ഞ് ആളുകൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകുന്നതാണ് പദ്ധതി. പാലക്കാട് മലപ്പുറം ജില്ലാ അതിർത്തിയായ നീലിയാട് പാലം അപകടാവസ്ഥയിൽ. പാലത്തിന്റെ അടിത്തറ ഭാഗത്തെ കല്ലുകൾ ഇളകുകയും കോൺക്രീറ്റ് ഭാഗങ്ങളും തകരുകയും ചെയ്തു. പ്രളയകാലത്ത് ശക്തമായി വെള്ളം കുത്തിയൊലിച്ചതാകാൻ കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. പാലത്തിന്റെ ബലക്ഷയം പരിശോധിക്കാൻ ഉദ്യോഗസ്ഥർ സന്ദർശനം നടത്തി. തൃശൂർ കൊടുങ്ങല്ലൂരിൽ SDPI കൊടുങ്ങല്ലൂർ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സംഗമം നടത്തി. കാലടിയിലെ കവർച്ചാ സംഘം നേതാവ് കല്ലാടൻ ഗിരീഷിനെ സംരക്ഷിച്ചതിനെതിരെയും കൃത്യമായ നിയമ നടപടി സ്വീകരിക്കാത്തതിനെതിരെയും ജബൽപൂരിലെ ഹീനമായ ക്രൈസ്തവ വേട്ടയ്ക്കെതിരെയുമാണ് പ്രതിഷേധം നടത്തിയത്. പ്രതിഷേധ സമരം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം AK മനാഫ് ഉദ്ഘാടനം ചെയ്തു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഡോക്ടർ രത്നൻ U കേൽക്കർ ബൂത്തുകളിൽ സന്ദർശനം നടത്തി. മണ്ഡലത്തിലെ ഉൾപ്രദേശങ്ങളിലുള്ള ബൂത്തുകളും സംഘർഷ സാധ്യതയുള്ള ബൂത്തുകളുമാണ് നേരിട്ട് സന്ദർശിച്ച് അടിസ്ഥാന സൗകര്യങ്ങൾ വിലയിരുത്തിയത്. നേരത്തെ 204 ബൂത്തുകളാണ് മണ്ഡലത്തിൽ ഉണ്ടായിരുന്നത്. തെരഞ്ഞെടുപ്പിനായി 59 പുതിയ പോളിംഗ് ബൂത്തുകൾ ഉൾപ്പെടെ ആകെ 263 പോളിംഗ് ബൂത്തുകളാണ് ഇത്തവണ സജ്ജമാകുന്നത്. മലപ്പുറം വണ്ടൂരിൽ 8 വയസ്സുകാരന്റെ കൈവിരലിൽ കുടുങ്ങിയ മോതിരം ഊരിമാറ്റി ആംബുലൻസ് ഡ്രൈവർ CT ഷാഹുൽ ഹമീദാണ് കുട്ടിക്ക് രക്ഷകനായി എത്തിയത്. കുറ്റിയിൽ കാരക്കാപ്പറമ്പ് സ്വദേശിയായ കുട്ടിയുടെ വിരലിലാണ് മോതിരം കുടുങ്ങിയത്. മോതിരം ഊരിയെടുക്കാൻ കഴിയാതെ നീര് വന്നതിനെ തുടർന്ന് രക്ഷിതാക്കൾ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും വഴിയാണ് ഷാഹുൽ എത്തി മോതിരം സുരക്ഷിതമായി ഊരിയെടുത്തത്. ഗുരുവായൂരപ്പന് വഴിപാട് സമർപ്പണമായി സ്വർണ്ണക്കിരീടം നൽകി തമിഴ്നാട് കല്ലാക്കുറിച്ചി സ്വദേശി കുലോത്തൂര്. 36 പവൻ തൂക്കം വരുന്ന സ്വർണ്ണക്കിരീടമാണ് സമർപ്പിച്ചത്. ദേവസ്വം ചെയർമാൻ VK വിജയൻ കിരീടം ഏറ്റുവാങ്ങി.